വയനാട് ഉരുൾപൊട്ടൽ കേരളത്തെ ഇത്തരം ദുരന്തങ്ങൾക്ക് ഇരയാക്കുന്നത് എന്താണ്? വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ മരണം 100 കടന്നു. 100 കണക്കിന് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇനിയും കാണാമറയത്ത് നിരവധി പേർ. വയനാട്ടിലെ മേപ്പാടിക്ക് സമീപമുള്ള മലയോര മേഖലകളിലാണ് ദുരന്തമുണ്ടായത്. മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ, ചൂരൽമല വില്ലേജുകളിൽ നിരവധി തവണ ഉരുൾപൊട്ടലുണ്ടായി. മുണ്ടക്കൈ ഗ്രാമത്തിലേക്കുള്ള പ്രധാന പാലം തകർന്നതോടെ രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടു. ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്കൊപ്പം ഇന്ത്യൻ കരസേനയും നാവികസേനയും ഒക്കെ രക്ഷാപ്രവർത്തനത്തിനായി വിന്യസിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ മഴക്കാലത്തും ഇതുപോലെയുള്ള ദുരന്തങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ആദ്യം കേരള ജനത മറക്കാത്ത ചില പ്രതിസന്ധികൾ ഒന്ന് പരിശോധിക്കാം. 2018 മഹാപ്രളയമാണ് കേരളം അടുത്തിടെ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ദുരന്തം. പെയ്തിറങ്ങിയ പെരുമഴയിൽ പൊലിഞ്ഞത് 483 ജീവനുകളാണ്. ഒരു വർഷം ലഭിക്കേണ്ട ശരാശരി മഴയുടെ 1/3 വെറും 3 ദിവസത്തിനിടെ പെയ്തത്. 1961 2016 ഇടയിൽ മാത്രം മണ്ണിടിച്ചിലിൽ മരിച്ചത് 295 പേരെന്നാണ് കണക്കുകൾ. എന്നാൽ 2018 മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ദുരന്തങ്ങളുടെയും മരണസംഖ്യയുടെയും എണ്ണത്തിൽ വൻ വർധനയാണ് നാം കണ്ടത്. 2019-2020 കാലയളവിൽ മരിച്ചത് 100 പേർ. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ 2021 മണ്ണിടിച്ചിലിൽ മരിച്ചത് 12-ലധികം പേരാണ്. 2022 മിന്നൽ പ്രളയത്തിലും നിരവധി അപകടങ്ങൾ, 32 മരണം. ഭൗമശാസ്ത്ര വകുപ്പിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ 7 വർഷത്തിനിടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടായത് കേരളത്തിലാണ്. ചെറുതും വലുതുമായി 2239 മണ്ണിടിച്ചിലുകൾ. കേരളത്തിൽ 14.5% പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ. ആലപ്പുഴ ഒഴികെ 13 ജില്ലകളിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഡേറ്റ പ്രകാരം 1848 സ്ക്വയർ കിലോമീറ്റർ അതീവ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. മണ്ണിടിച്ചിൽ സാധ്യത കൂടിയ പ്രദേശം. പശ്ചിമഘട്ട മലനിരകളും അമൂല്യ ജൈവ സമ്പത്തും കൊണ്ട് അനുഗ്രഹീതമാണ് കേരളം. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, പത്തനംതിട്ട, വയനാട് ജില്ലകളിലാണ് ഉരുൾപൊട്ടൽ സാധ്യത ഏറെ. ഇടുക്കി, വയനാട് ജില്ലകളിലെ വനഭൂമിയിൽ കൃഷി പാടില്ലെന്നാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും. അതിപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാവുകയാണ്. അനധികൃത നിർമ്മാണവും വനനശീകരണവും കാലാവസ്ഥാ വ്യതിയാനവും എല്ലാം ഉരുൾപൊട്ടലുകൾ പതിവാകാനുള്ള കാരണമാണ്. മഴയുടെ സ്വഭാവവും മാറി. മാസങ്ങൾ നിറഞ്ഞു നിന്ന് പെയ്യേണ്ട മൺസൂൺ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമാവധി തിമിർത്ത് പെയ്യുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ എത്തിയിരുന്ന മൺസൂൺ മഴ ജൂൺ 2ാം വാരം വരെ വൈകാനും തുടങ്ങി. ഇപ്പോൾ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലെ മഴ ഭയാനകമാണ്. ആഗോളതാപനം മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായ കനത്ത മഴ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ തുടങ്ങിയ ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നു. ദുർബല പ്രദേശങ്ങളിലെ പ്രകൃതിക്ക് ഇണങ്ങാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. കേരളത്തിൽ ദുർബല പ്രദേശങ്ങളിൽ പരിസ്ഥിതിക്ക് ഇണങ്ങാത്ത ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. റോഡുകളുടെയും കലുങ്കുകളുടെയും അശാസ്ത്രീയ നിർമ്മാണം പലയിടത്തും നദികളുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി. കുഫോസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്ലൈമറ്റ് വേരിയബിലിറ്റി ആൻഡ് അക്വാട്ടിക് ഇക്കോസിസ്റ്റംസ് മേധാവി ഗിരീഷ് ഗോപിനാഥ് പറയുന്നതനുസരിച്ച് വയനാട്, ഇടുക്കി ഹൈറേഞ്ചുകളുടെ പ്രാന്തപ്രദേശങ്ങളിലെ മനുഷ്യ പ്രവർത്തനങ്ങളാണ് ഉരുൾപൊട്ടലിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ. പഠനങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഭൂപ്രകൃതി, ഭൂമിയുടെ സ്വഭാവം, മണ്ണ്, സസ്യങ്ങൾ എന്നിവയിൽ ജലത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്നതാണ് മണ്ണിടിച്ചിൽ ഉണ്ടാക്കുന്നത്. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ മുൻ ശാസ്ത്രജ്ഞനായ ജി ശങ്കർ വിശദീകരിച്ചത് പ്രകാരം കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ കട്ടിയുള്ള മണ്ണ് വർഷങ്ങളായുള്ള മനുഷ്യ ഇടപെടലുകൾ കൊണ്ട് മോശമായി ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ഭൂമിയിലെ ഏറ്റവും പ്രകൃതി രമണീയമായ വയനാട് വിറങ്ങലിച്ചു നിൽക്കുകയാണ്. നിൽക്കാനാവാത്ത നാശനഷ്ടങ്ങളിലുമാണ്. ഈ സാഹചര്യത്തിൽ മാധവ് ഗാഡ്ഗിലിന്റെ വാക്കുകളൊന്ന് പരിശോധിക്കാം. പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടി എടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട, 4-5 വർഷം മതിയാകും.
അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും. ആരാണ് കള്ളം പറയുന്നത്, ഭയക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. പ്രകൃതി ദുരന്തങ്ങൾ തനിയാവർത്തനങ്ങളാകുമ്പോൾ ഈ മുന്നറിയിപ്പ് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലാവുകയാണ്.